ഇപ്പോൾ GR അനിൽ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അറിയാൻ കഴിഞ്ഞില്ല. മുമ്പ് ഒരു സംഭവം ഉണ്ടായപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ ഉള്ള അവസ്ഥ അതാണ്. എന്തായാലും ഇത് കുറച്ചുകൂടെ സുതാര്യമായി ഇതുപോലെ ഒരു കേന്ദ്രത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വരുന്നൊരു കേന്ദ്രമായതുകൊണ്ട് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി സുതാര്യതയോടുകൂടി നടത്തിക്കൊണ്ടുപോകുന്നെങ്കിൽ മാത്രമേ ഇത്തരം ഒരു സ്ഥാപനം പ്രവർത്തിപ്പിക്കാവൂ എന്ന് പഞ്ചായത്ത് അവർ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അതെന്തായാലും അത്തരത്തിലുണ്ടായ സംഭവങ്ങളുടെ വീഴ്ച നമുക്കിപ്പം വീഴ്ചയായിട്ടല്ലേ കാണാൻ പറ്റൂ. അല്ലാതെ നമുക്ക് അതിന് പരിഹാരം കാണാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. ഇതിന്റെ നിർമ്മാണത്തിലടക്കം പ്രശ്നമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വെറും 4 ചെറിയ ആംഗ്ലറിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ ഈ സുരക്ഷാ പരിശോധന നടത്തിയവർക്കടക്കം വീഴ്ച പറ്റിയിട്ടില്ല. ആർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിലും അവർക്ക് നടപടിക്ക് വിധേയമാകേണ്ടതാണ്. അതിലൊന്നും യാതൊരു നമ്മൾ ആരെയും ന്യായീകരിക്കാനോ ആരെയും സംരക്ഷിക്കാനോ നിൽക്കുന്നവരല്ല നമ്മൾ ഒരിക്കലും. കാരണം ഇതുപോലൊരു സ്ഥാപനം നടത്താൻ വേണ്ടുന്ന സുരക്ഷാ സൗകര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇനി പ്രവർത്തിപ്പിക്കാവൂ എന്നതാണ് വ്യക്തമായി പറയുന്നത്. അപകടം പറ്റിക്കഴിഞ്ഞ ഒരു ആംബുലൻസിന് കടന്നു വരാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ പോലും അത് ആംബുലൻസ് മാത്രമല്ല, ഇവിടെ ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ഒന്നുമേ ഇല്ലായിരുന്നു, ആരുമേ ഇല്ലായിരുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. നാട്ടുകാർ പറഞ്ഞത് ഇവിടുന്ന് അപകടത്തിൽ പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് ആംബുലൻസ് സേവന സൗകര്യങ്ങളടക്കം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ പ്രാഥമിക ചികിത്സ, പ്രാഥമിക സുരക്ഷാ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ കഴിയുന്ന അതിന് വേണ്ടുന്ന ഹെൽത്ത് മെഷേഴ്സ് അടക്കം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇനി പ്രവർത്തിപ്പിക്കാവൂ എന്ന് ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സംഭവം.